കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുക എന്ന് പറയുന്നത് കണ്ടു നിൽക്കുന്ന ആർക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. അങ്ങനെയൊരു ഞെട്ടിക്കുന്ന അനുഭവമാണ് പെരുമ്പാവൂർ ചേലാമറ്റത്ത് ഒരു പിഞ്ചു കുഞ്ഞിനുണ്ടായത്. മാതാപിതാക്കൾ എത്രത്തോളം കുഞ്ഞുങ്ങളുടെ മേൽ ശ്രദ്ധ ചെലുത്തണം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. കൊടിമറ്റം വീട്ടിൽ ഉദയകുമാറിന്റെയും ശ്രീവിദ്യയുടെയും മകനായ അക്ഷയ് എന്ന 2.5 വയസ്സുകാരൻ വീട്ടിൽ പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ കുഞ്ഞ് 50 മീറ്ററോളം അകലെയുള്ള പുഴക്കടവിലേക്ക് എത്തിയത് വീട്ടുകാർ പോലും അറിഞ്ഞില്ല. തുടർന്ന് പന്ത് പുഴയിലേക്ക് വീഴുകയും ഇത് എടുക്കാനായി കുഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങുകയുമായിരുന്നു. ഒരുപക്ഷെ അന്ന് നമ്മൾ കേൾക്കേണ്ടിയിരുന്നത് വലിയൊരു ദുരന്ത വാർത്തയാകുമായിരുന്നു. എന്നാൽ അവിടെയാണ് ദൈവദൂതനെ പോലെ ഒരു 17 വയസ്സുകാരൻ അപ്രതീക്ഷിതമായി എത്തുന്നത്. അമ്മയ്ക്ക് മുങ്ങിക്കുളിക്കണമെന്ന ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴാണ് അപ്പു എന്ന് വിളിക്കുന്ന അനശ്വർ അമ്മയ്ക്ക് കൂട്ടായി വൈകുന്നേരം 6 മണിയോടുകൂടി ചേലാമറ്റം ക്ഷേത്രക്കടവിലേക്ക് എത്തുന്നത്. അമ്മ സിന്ധു പുഴയിലേക്ക് കുളിക്കാനായി ഇറങ്ങിയപ്പോൾ അപ്പു കരയിലിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പുഴയിലൂടെ എന്തോ ഒന്ന് ഒഴുകി വരുന്നതായി അപ്പുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം കരുതിയത് ഒരു പാവയോ മറ്റോ ആയിരിക്കുമെന്നാണ്. അതൊരു മനുഷ്യജീവനായിരിക്കുമെന്ന് അപ്പുവിന്റെ ചിന്തയിലേ ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് പെരിയാറിന്റെ ആഴമുള്ള ഭാഗത്തുകൂടെ കൈകാലിട്ടടിച്ച് മുങ്ങിത്താഴ്ന്നു പോകുന്നത് ഒരു മനുഷ്യജീവനാണെന്ന് മനസ്സിലാകുന്നത്. ഞെട്ടിപ്പോയ ആ 17കാരൻ മറ്റൊന്നും തന്നെ ചിന്തിക്കാനും പറയാനും നിന്നില്ല. അമ്മയോട് പോലും ഒന്നും പറയാൻ നിൽക്കാതെ നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്ന ആ 2.5 വയസ്സുകാരനെയും എടുത്ത് ശരവേഗത്തിൽ തിരിച്ച് കരയിലേക്കെത്തി. തുടർന്ന് പുറത്തു തട്ടി വയറ്റിലെ വെള്ളം പുറത്തു കളഞ്ഞു. അനശ്വറിന്റെ അമ്മയുടെ നിലവിളി കേട്ടാണ് പിന്നീട് അവിടേക്ക് 2 നാട്ടുകാരെത്തുന്നത്. തുടർന്ന് ഇവർ കുഞ്ഞിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. കുട്ടിയെ രക്ഷിച്ച സ്ഥലത്തുകൂടെ ഒരു പന്ത് ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് അനശ്വർ പറഞ്ഞത്. ഇതോടെയാണ് പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരിക്കാം കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണത് എന്ന നിഗമനത്തിലേക്ക് എത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് ഇടപെട്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച അനശ്വറിനെ തേടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമാണ് അഭിനന്ദനങ്ങൾ എത്തിയത്. ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എന്നും അനശ്വരനോട് കടപ്പെട്ടിരിക്കും. കാരണം അവർക്ക് ഒരു ദൈവദൂതൻ തന്നെയാണ് അനശ്വർ. ഒരുപക്ഷെ അനശ്വർ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കേൾക്കേണ്ടിയിരുന്ന വാർത്ത മറ്റൊന്നാകുമായിരുന്നു. ഈ പുഴയും അവിടുത്തെ നീരൊഴുക്കുമെല്ലാം അനശ്വറിന് കുഞ്ഞു പ്രായം മുതലേ പരിചിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ അടിയൊഴുക്കുള്ള ഭാഗത്തായിട്ട് പോലും അപ്പുവിന് ഇങ്ങനെ ഒരു രക്ഷാദൗത്യത്തിൽ ഏർപ്പെടാൻ സാധിച്ചത്. ഒക്കൽ SN ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് അനശ്വർ.